സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പിനുള്ള സമയം അവസാനിച്ചു. ഇന്ന് വൈകുന്നേരം 6 മണി വരെയായിരുന്നു. മികച്ച പോളിംഗ് സംസ്ഥാനത്തുടനീളം രേഖപ്പെടുത്തി. 75.01% ഇതുവരെയുള്ള പോളിംഗ് ശതമാനം. ചിറ്റൂർ, അരൂർ, കുന്നത്തുനാട്, കുന്നമംഗലം മണ്ഡലങ്ങളിൽ പോളിംഗ് 80% മുകളിൽ പോയി. പാലക്കാട് മണ്ഡലത്തിൽ 2024 ഉപതെരഞ്ഞെടുപ്പിനേക്കാൾ മികച്ച പോളിംഗ് ആണ് ഉണ്ടായത്. 2024 70.93% പോൾ ചെയ്തപ്പോൾ ഇത്തവണ 5 മണി വരെ തന്നെ 79.01% പോളിംഗ് രേഖപ്പെടുത്തി. പല ബൂത്തുകളിൽ ഇപ്പോഴും വോട്ടേഴ്സിന്റെ നീണ്ട നിരയുണ്ട്. 6 മണിക്ക് ശേഷവും ക്യൂ നിൽക്കുന്നവർക്ക് ടോക്കൺ കൊടുത്ത് വോട്ട് രേഖപ്പെടുത്താനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. വോട്ടെടുപ്പ് പൊതുവെ കേരളത്തിൽ സമാധാനപരമായിരുന്നു. ഒറ്റപ്പെട്ട ചില നേരിയ സംഘർഷങ്ങളുണ്ടായി. ചിലയിടങ്ങളിൽ കള്ളവോട്ട് ആരോപണങ്ങളും ഉയർന്നു. വിശദാംശങ്ങളുമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ പ്രതിനിധികൾ ചേരുകയാണ്. ആദ്യം കോഴിക്കോട്ടെ ചേളന്നൂരിൽ നിന്ന് ദീപക് തർമ്മടം ചേരും. അതുപോലെ തിരുവനന്തപുരത്തെ ഭീമാപ്പള്ളിയിൽ നിന്ന് ഷബീദ് റാവുത്തർ ചേരുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് ബിപിൻ സി വിജയനും ചേരും. ആദ്യം ദീപകിലേക്ക്. ദീപക് തർമ്മടം, ചേളന്നൂരിലെ എന്തൊക്കെയായിരുന്നു ഇന്നത്തെ കാഴ്ച? SKN മലബാറിൽ പൊതുവെ വലിയ രീതിയിലുള്ള പോളിംഗ് രാവിലെ മുതൽ നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ നീണ്ട ക്യൂ പോളിംഗ് തുടങ്ങുന്നതിനും മണിക്കൂർ മുൻപ് 6 മണി മുതൽ നമ്മൾ പല പോളിംഗ് സ്റ്റേഷനിലും കണ്ടു. അങ്ങനെ മലബാറിലെ വിവിധ ജില്ലകളിലൂടെ നമ്മൾ യാത്ര ചെയ്തു. ഇപ്പോൾ നമ്മളുള്ളത് എലത്തൂർ മണ്ഡലത്തിലാണ്. എലത്തൂരിൽ ഇതാ ഇപ്പോൾ പോളിംഗ് മെഷീൻ ക്ലോസിംഗ്, അതായത് സാധാരണഗതിയിൽ പ്രേക്ഷകർ അധികം കണ്ടു പരിചയമില്ലാത്ത ദൃശ്യങ്ങളാണിത്. ഈ ബാലറ്റ് ജനാധിപത്യത്തിൻ്റെ ഈ പെട്ടി സുരക്ഷിതമായി ക്ലോസ് ചെയ്യുന്ന നടപടിക്രമമാണ് ഇവിടെ നടക്കുന്നത്. അതായത് വിവിധ മുന്നണികളുടെ ബൂത്ത് ഏജന്റുമാർ ഇവിടെ നിൽക്കുന്നു. ആ ബൂത്ത് ഏജന്റുമാർ ഓരോ വോട്ടിൻ്റെ കാര്യത്തിലും കൃത്യമായ പരിശോധന നടത്തി. ഇതാ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഇതാ ഈ വോട്ടർ പട്ടികയിൽ തന്നെ ഓരോ വോട്ടും ഇവിടെ ഈ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ മാർക്ക് ചെയ്ത് വയ്ക്കും. ഏതെങ്കിലും സംശയമുണ്ടെങ്കിൽ അതിനെ ടെൻഡർ വോട്ടാക്കി മാറ്റും, അല്ലെങ്കിൽ ചാലഞ്ച് ചെയ്യും. ഈ നടപടിക്രമം എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ബാലറ്റ് പെട്ടി, ഇതാണ് ജനാധിപത്യത്തിൻ്റെ ഈ സൂക്ഷിപ്പ് ഇവിടെയാണ്. ഈ ബാലറ്റ് പെട്ടി അത് സീൽ ചെയ്യുന്ന നടപടിയാണ്. അത് കഴിഞ്ഞ് നേരെ ഇതിപ്പോൾ ബോക്സിലേക്ക് മാറ്റണം. അത് കഴിഞ്ഞ് നേരെ സ്ട്രോങ് റൂമിലേക്ക് എത്തിക്കണം. അതുവരെ ഈ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇതിൻ്റെ ഭാഗമാണ്. ഭരണാധികാരി, ഇവിടുത്തെ തിരഞ്ഞെടുപ്പ് പ്രിസൈഡിംഗ് ഓഫീസർക്കാണ് ഇതിൻ്റെ ചുമതല. അത് കഴിഞ്ഞ് മാത്രമാണ് അവർക്ക് ഇന്ന് വീട്ടിൽ, അതായത് ഇന്നലെ വൈകിട്ടെത്തിയവരാണ്. അതിനെല്ലാം ഈ ദൃക്സാക്ഷികളായി, ഈ ജനാധിപത്യത്തിൻ്റെ കാവൽക്കാരായി ഈ 3 മുന്നണികളുടെ, അല്ലെങ്കിൽ എത്ര സ്ഥാനാർത്ഥികളുണ്ടോ ആ സ്ഥാനാർത്ഥികളുടെ എല്ലാം ഏജന്റുമാർ ഇവിടെയുണ്ട്. ഇതാ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ബാലറ്റ് ബോക്സ്, ജനാധിപത്യത്തിൻ്റെ ഈ കണക്കെടുപ്പ് പെട്ടി, ആ ബാലറ്റ് മെഷീൻ ഇപ്പോൾ അടക്കുന്നതാണ്, ക്ലോസ് ചെയ്യുന്ന ദൃശ്യമാണ്. ഇതാ ഇവിടെയുള്ള ജനാധിപത്യത്തിൻ്റെ ബാലറ്റ് മെഷീൻ ഇതാ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. പൂർണ്ണമായി തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുടെ ആദ്യഘട്ടമായ വോട്ടെടുപ്പ് പൂർണ്ണ അർത്ഥത്തിൽ പൂർത്തിയായി കഴിഞ്ഞു. ആ മെഷീൻ എല്ലാം തന്നെ ക്ലോസ് ചെയ്തു. നമുക്ക് പ്രിസൈഡിംഗ് ഓഫീസറോട് ചോദിക്കാം, നടപടിക്രമങ്ങളെല്ലാം കഴിയുമ്പോൾ ആശ്വാസമുണ്ടോ? വളരെയധികം സമാധാനമുണ്ട്. വളരെ ആശങ്കയോട് കൂടിയായിരുന്നു രാവിലെ ഇവിടെ എത്തിയത്. എന്താണെന്ന് അറിയാതെ രാവിലെ മുതലേ വളരെ സ്മൂത്തായി നടക്കുന്നത് കൊണ്ട് പ്രശ്നമൊന്നും നടന്നില്ല. കൃത്യം 6 മണിക്ക് തന്നെ ക്ലോസിംഗ് നടപടി പൂർത്തീകരിച്ചു. ഇനി കുറച്ച് പരിപാടികൾ കൂടി ഉണ്ട്. 85% പോളിംഗ് വന്നു അല്ലേ? കനത്ത പോളിംഗ് ആണ്. കനത്ത പോളിംഗ് ആണ്. 85% പോളിംഗ് നടന്നു. ഈ പ്രിസൈഡിംഗ് ഓഫീസർക്കൊപ്പമുള്ള ഉദ്യോഗസ്ഥരുണ്ട്. അവരും യഥാർത്ഥത്തിൽ വലിയ ടെൻഷനിലായിരിക്കും ഇത് കഴിഞ്ഞു കിട്ടുന്നവരെ. എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമൊന്നുമില്ലായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.